പിന്നെ ഏതൊരു സപ്താഹം നടക്കുന്നുണ്ടോ, ഏതൊരു വിഷ്ണു ഭഗവാന്റെ പൂജ നടക്കുന്നുണ്ടോ, ഏതൊരു പൂജയുണ്ടോ വിഷ്ണു സഹസ്രനാമം നമ്മൾ ആദ്യം മന്ത്രങ്ങളൊക്കെ ചെല്ലിയതിനു ശേഷം ചെല്ലാറുണ്ട്. അപ്പോൾ ശിവനും ത്രിമൂർത്തികളിലെ അവര് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നവരെ 3 പേരെയും അങ്ങനെ ഭജിക്കലും പ്രാർത്ഥന ചെയ്യലും പതിവുണ്ട്. അപ്പൊ പാർവതി ഒരു ദിവസം ഇങ്ങനെ ശിവനൊക്കെ സന്തോഷമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ പാർവതി ചോദിച്ചു, അല്ല ഭഗവാന് കാർത്തികേയനും മക്കളൊക്കെ കൂടിയുണ്ട്, അവിടെ ഇരിക്കുകയാണ്, കൈലാസത്തിലിരിക്കുക. അപ്പൊ പാർവതി എന്താ ചോദിച്ചത്? അല്ല പ്രഭു, അങ്ങ് മറ്റ് ദേവന്മാര് ത്രിമൂർത്തികളില് വിഷ്ണു ഉണ്ട്, പിന്നെ ശിവനും ഉണ്ട്, പിന്നെ ഉപാസന ബ്രഹ്മാവും ഉണ്ട്. ത്രിമൂർത്തികൾ 3 പേരുണ്ട്. 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭജിക്കുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ പറയുകയാണ്, അങ്ങ് ഇപ്പൊ ഈ സഹസ്രനാമം ചൊല്ലിയിട്ട് ത്രിമൂർത്തികളിലെ വിഷ്ണുവിനെയാണ് അങ്ങിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ഭഗവാനെ അങ്ങനെ എന്തിനാ അത് ചെയ്യണത്? അതുമല്ല, അങ്ങ് ഒരുപാട് നൃത്തങ്ങളും ചെയ്യാറുണ്ട്. ശിവൻ താണ്ഡവത്തിനും നല്ല നൃത്തത്തിനും എല്ലാത്തിനും പ്രസിദ്ധനാണല്ലോ. അപ്പൊ ചോദിച്ചു, അപ്പൊ അതുപോലെ കീർത്തനങ്ങളും മന്ത്രങ്ങളും ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ടാണല്ലോ അങ്ങ് ഈ വിഷ്ണുനാമം ചെയ്യുന്നത്. അപ്പൊ പറയുകയാണ്, അത് വിഷ്ണു ഛന്ദസ്, അതായത് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിലെ ഓൾറെഡി അത് പറയുന്നുണ്ട്. ഒരു നാമത്തിലെ ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥ്യേ സഹസ്രനാമ ജപ വിനിയോഗേ, അത് അതിൽ പറയുന്നുണ്ട്. അപ്പൊ പറയുകയാണ്, ഈ ഇത് മുഴുവൻ ചെല്ലണമെങ്കിൽ 1000 നാമങ്ങൾ അതിലുണ്ട്. അപ്പൊ അത് മുഴുവൻ ചെല്ലണമെങ്കിൽ എങ്ങനെ നോക്കിയാലും അതിന്റെ രീതി ഒരു അത്ര സ്പീഡിൽ പോകാൻ പാടില്ല. നന്നായി ഇടിഞ്ഞ് സാവധാനത്തിൽ വേണ്ട ഒരു രീതിയും ചിട്ടകളുണ്ട്. എങ്ങനെ ചെയ്താലും 20 മിനിറ്റ് 25 മിനിറ്റ് അരമണിക്കൂർ കൂട്ടിക്കൊള്ളും. അപ്പോ സാധാരണ അമ്പലത്തിലൊക്കെ പോയിരിക്കുന്നവർക്ക് സമയമുള്ളവർക്കും പറ്റും. ഭഗവാനെ ഗൃഹസ്ഥ ധർമ്മത്തിൽ കുടുങ്ങി കിടക്കുന്നവർക്ക് അവർക്ക് സമയം കിട്ടുന്നില്ലല്ലോ. ഭഗവാനെ അവർക്കത് ചൊല്ലും വേണം. അപ്പൊ അത് എങ്ങനെയാ ഭഗവാനെ ചെല്ലാൻ പറ്റുക? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ കർമ്മബന്ധത്തിൽ അങ്ങോട്ട് മുങ്ങിക്കിടക്കുകയാണ്. ഗൃഹസ്ഥധർമ്മത്തിലാണ്. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി പറയുന്നില്ല. വയ്യാത്ത അച്ഛൻ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വീട്ടിലെ ആള് കൂടെ വച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അവരവരുടെ വയ്യായ്മയുണ്ട്. ജോലിക്ക് പോകുന്നവരുടെ ഒന്നും തന്നെ സമയമില്ല. അപ്പൊ ഇത്ര നേരം മെനക്കെട്ടിരിക്കാൻ പറ്റുന്നില്ല. ഭഗവാനെ നമസ്കരിക്കണം, സ്തുതിക്കണം എന്നുണ്ട്. അപ്പൊ പറയാണ്, ഭഗവാനെ അതിന് ഒരു പോംവഴി പറഞ്ഞു തന്നുകൂടെ? അപ്പൊ മറ്റുള്ള ജനങ്ങളും വിഷ്ണുവിനെ സ്മരിക്കൂലോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അതിനെന്താ പാർവതി, പറഞ്ഞു തരാലോ. അപ്പൊ എന്താ പറഞ്ഞത്? ഭഗവാൻ ഒന്ന് ചിരിച്ചോളൂ, വളരെ നല്ല കാര്യം തന്നെയാണ് ചോദിച്ചത്. അപ്പൊ ഭഗവാൻ അതിന് ചെറിയൊരു സൂത്രപ്പണി പറഞ്ഞു കൊടുക്കുക. എന്താ ആ സൂത്രം? പറയാണ്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനന ഓം നമൈതി. ഇത് ചെല്ലിയാൽ മതി. അത് ഇത്രയും നാമം നമ്മൾ ചെല്ലിയാൽ ഈ സഹസ്രനാമം മുഴുവൻ ചെല്ലുന്നതിന്റെ ഫലം ഉണ്ടാവും എന്നാണ് ഭഗവാൻ ചുരുക്കി പറഞ്ഞു കൊടുത്തത്. എല്ലാ ഭക്തജനങ്ങളെയും പ്രസാദിക്കണല്ല. അപ്പൊ അങ്ങനെ അത്ര ഈ നാമത്തിന്റെ തുടക്കം. അപ്പൊ മുഴുവൻ ചെല്ലാൻ പറ്റണില്ല എന്ന് വെച്ചാൽ അത് ചെല്ലിയ ഫലം കിട്ടുമല്ലോ, അപ്പൊ ഇത്ര മതി അത് വിചാരിക്കരുത്. സമയത്തിനനുസരിച്ച് ചെല്ലിയാതെ അത്ര ശ്ലോകങ്ങൾ അതിലുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ ഗുണം കിട്ടും. അപ്പൊ നമ്മൾ അമ്മയും നാരായണ ഒരുക്കി ചെയ്ത് ഒരു ഗുണം കിട്ടി, 2-3 പ്രാവശ്യം ചൊല്ലി അത്രയും ഗുണം കിട്ടി. വിഷ്ണുവിനെ ചൊല്ലി അത്രയും ശിവപ്രസാദം കിട്ടുന്നുണ്ട്, വിഷ്ണുവിന്റെ പ്രസാദം കിട്ടും, ദേവിയുടെ പ്രസാദം, എല്ലാ ദേവീദേവന്മാരുടെ കടാക്ഷങ്ങൾ കിട്ടും. അതാണ് അതിനെപ്പറ്റി പറയുന്നത്. പിന്നെ അടുത്തത് ചെറിയ ഒരു കഥാരൂപത്തിൽ പറയാം. ഗുരുവായൂര് അമ്പലം വിഗ്രഹം അവിടെ എങ്ങനെ വന്നു, അതിന്റെ പ്രതിഷ്ഠയെ പറ്റിയിട്ടാണ്. ആ കഥകളും നമുക്ക് അറിയുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്.